നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മികച്ച വിജയം നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ തീരുമാനങ്ങൾ തെലങ്കാനയിൽ ജനകീയമാവുകയാണ്. മുഖ്യമന്ത്രി കടന്നുപോകുമ്പോൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നത് ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വാഗ്ദാനം ചെയ്ത പോലെ അംഗപരിമിതിയുള്ള യുവതിക്ക് ജോലി നൽകിയതിന് പിന്നാലെയാണ് രേവന്ത് കൂടുതൽ ജനകീയ തീരുമാനങ്ങൾ എടുക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ വേളയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്വീകരിച്ച നടപടികൾക്ക് സമാനമാണ് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ പരിഷ്കാരങ്ങൾ. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന രീതി. എന്നാൽ ഇനി മറ്റു വാഹനങ്ങൾ തടഞ്ഞു വെക്കരുതെന്ന് മുഖ്യമന്ത്രി പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ഇനി മുതൽ തലസ്ഥാനമായ ഹൈദരാബാദ് ഉൾപ്പെടെ തെലങ്കാനയിലെ നഗരങ്ങളിൽ വാഹന ഗതാഗതം തടയില്ല. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനം. തന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന്റെ പേരിൽ ട്രാഫിക് നിർത്തിവെക്കേണ്ടതില്ലെന്ന് രേവന്ത് റെഡ്ഡി DGPക്ക് നിർദ്ദേശം നൽകി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ തീരുമാനത്തിന്റെ ചുവട് പിടിച്ചാണ് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ പേരിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കേണ്ടതില്ലെന്ന രേവന്ത് റെഡ്ഡിയുടെ തീരുമാനം. ഗതാഗത തടസ്സം കുറയ്ക്കുന്നതിനായി തന്റെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ 15 വാഹനങ്ങളാണ് മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി പോകുന്നത്. ഇത് വെട്ടിക്കുറച്ച് 9 വാഹനങ്ങളാക്കാനാണ് നിർദ്ദേശം. എനിക്ക് ജനത്തിനൊപ്പം ഇരിക്കാനാണ് ഇഷ്ടം. അവരുമായി ആശയവിനിമയം നടത്തണം. സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പകരം ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുമാണ് ഇഷ്ടം. അതുകൊണ്ട് എന്റെ യാത്രാവേളകളിൽ പൊതുജനങ്ങളുടെ വാഹനം തടഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് പകരം മറ്റു വഴികൾ കണ്ടെത്തൂ. അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ വാഹനം കടന്നു പോകുന്ന വഴികളിൽ ദീർഘനേരം മറ്റു വാഹനങ്ങൾ പിടിച്ചിടാൻ പാടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. VVIPകളുടെ വാഹന വ്യൂഹങ്ങൾ നിമിത്തം ഹൈദരാബാദ് നഗരത്തിൽ വൻതോതിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുവെന്ന വിമർശനങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഇതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്കുമുണ്ടൊരു മുഖ്യമന്ത്രി. ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞാൽ ഒരാൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പരാതി പറയുന്നവരെ നേരിടാൻ. തൊഴിലാളികളുടെ പാർട്ടി നേതാവിന്റെ ഊരിപ്പിടിച്ച വടിവാളുടെ ഇടയിൽ കൂടി നടന്നവൻ, ഇരട്ട ചങ്കുള്ളവൻ എന്തിനാ സഖാവെ 40കാരന്റെ അകമ്പടിയിൽ നാട് ചുറ്റുന്നത് എന്ന് ചോദിക്കാൻ തോന്നും. കഴിഞ്ഞ മാസം 30-നായിരുന്നു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഡിസംബർ 3-ന് ഫലം പ്രഖ്യാപിച്ചു. BRS സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തിയത്. 19 സീറ്റിൽ നിന്ന് 65ലേക്ക് കുതിക്കുകയായിരുന്നു കോൺഗ്രസ്. 7-ന് സത്യപ്രതിജ്ഞയും പിന്നീടുള്ള യോഗങ്ങളും കാരണം ഹൈദരാബാദിൽ കടുത്ത ട്രാഫിക് കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രേവന്ത് റെഡ്ഡി പോലീസ് ഓഫീസർമാരുടെ യോഗം വിളിച്ചത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ വനിതകൾക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മുതിർന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, പെൺകുട്ടികൾ, വിദ്യാർത്ഥികൾ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർക്കും യാത്ര സൗജന്യമാണ്. സർക്കാരിന് ഓരോ വർഷവും 300 കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവ് വരിക.